എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി സദൃശ്യവാക്യങ്ങൾ 14 അധ്യായം 10 വാക്യം. സദൃശ്യവാക്യങ്ങൾ 14:10. ഹൃദയം സ്വന്ത ദുഃഖത്തെ അറിയുന്നു, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണിത്. എല്ലാ ഹൃദയങ്ങൾക്കും അതിൻ്റേതായ സ്വകാര്യ ദുഃഖമുണ്ട്. ഒരു ദുഃഖവും ഇല്ലാത്തവരായി ആരുമില്ല. ഒരാളുടെ ദുഃഖം വളരെ ലഘുവായി മറ്റൊരാൾക്ക് തോന്നാം. എങ്കിലും ദുഃഖം അനുഭവിക്കുന്നവർക്ക് എന്നും അത് ദുഃഖം തന്നെയാണ്. ആരെന്തെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും ദുഃഖിക്കുന്ന ഹൃദയത്തിന് മാത്രമേ തൻ്റെ ദുഃഖം അറിയാവൂ. ദുഃഖം മാറുന്ന അവസ്ഥയും ഹൃദയത്തിനുണ്ടാകാം. അപ്പോൾ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞ് തുളുമ്പുന്നു. അതും വേറെ ഒരാൾക്ക് അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്താണ് ഇത്ര സന്തോഷിക്കാൻ എന്ന് മാത്രമേ മറ്റുള്ളവർക്ക് തോന്നുകയുള്ളൂ. അപ്പോൾ ദുഃഖത്തിൻ്റെ അടിത്തട്ടിലൂടെ പോകുന്നവരുടെ സന്തോഷവും അതുപോലെ തന്നെ വ്യക്തിപരമായ അനുഭവമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകരുടെ ചരിത്രം പറയുമ്പോൾ നമ്മെപ്പോലെ തന്നെ സ്വകാര്യ ദുഃഖങ്ങളും സ്വകാര്യ സന്തോഷങ്ങളുമുള്ള മനുഷ്യരാണ് എന്ന് നമ്മൾ കാണുന്നു. എങ്കിലും അവരെല്ലാവരും ദൈവകൃപയാൽ സമ്പന്നരായി അവരവരുടെ ജീവിതത്തെ നേരിട്ടു എന്ന് കാണുന്നു. ഓരോ ജീവിതവും അനുഭവിച്ച ദൈവകൃപ അവരവരുടെ സാഹചര്യങ്ങളിൽ അവർക്ക് ഏറ്റവും മതിയായതും പുതിയതും വ്യത്യസ്തവുമായിരുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ ദുഃഖം ആരുമായും പങ്കുവച്ചിട്ട് കാര്യമില്ല എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം അത് മറ്റാർക്കും മനസ്സിലാകില്ല. മനസ്സിലായാൽ തന്നെ അത് അവർക്കൊരു വിഷയവുമല്ല. എന്നാൽ ഉള്ളതുപോലെ ഗ്രഹിപ്പാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ഈ സ്വന്തം ദുഃഖങ്ങളെല്ലാം അവിടുത്തെ പദ്ധതിയിലുണ്ട്. നമ്മുടെ ജീവിതത്തെ പണിതെടുത്ത് മനോഹരമാക്കുന്ന തച്ചൻ്റെ കയ്യിൽ ഇതിനെല്ലാം ഒരു ഉദ്ദേശവും ലക്ഷ്യവുമുണ്ട്. എല്ലാവരിലും ഒരേ ദുഃഖമല്ല, ഒരേ അളവിലുമല്ല. യെശയ്യാ പുസ്തകം 28 അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, കരിഞ്ജീരകവും ജീരകവും ഉപയോഗപ്രദമാക്കണമെങ്കിൽ വടിയും കോലും ഉപയോഗിച്ചേ പറ്റൂ. ഈ ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നുവെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. ധാന്യങ്ങൾക്ക് അവയുടെ കാഠിന്യമനുസരിച്ച് വടി, കോൽ, മെതിവണ്ടി തുടങ്ങിയവ ഉപയോഗിച്ചാണ് വേർതിരിച്ചെടുത്തിരുന്നത്. മെതിക്കുമ്പോൾ അവ ചതഞ്ഞു പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അതുപോലെ ജീവിതങ്ങളിലും പലപ്പോഴും വടിയും കോലും മെതിവണ്ടിയുമൊക്കെ തമ്പുരാൻ അനുവദിക്കുന്നു. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലതെന്ന് വിലാപങ്ങൾ 3 അധ്യായം 27 വാക്യത്തിൽ നമ്മൾ കാണുന്നു. തുടർന്നുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നാം പല കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ആ നുകം അവൻ്റെ മേൽ വെച്ച് കൊടുത്തതാണ്. അതുകൊണ്ട് അവൻ തനിച്ച് മൗനമായിരിക്കട്ടെ. അവിടെയും തീരുന്നില്ല, തൻ്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ. അതായത് ഈ നുകം ചെറുപ്രായത്തിലെ ചുമന്ന് താൻ താഴ്മയും വിനയവും ഉള്ളവനായി തീരട്ടെ. തുടർന്ന് വിലാപങ്ങൾ 3 അധ്യായത്തിൻ്റെ 40 വാക്യം തൊട്ട് വായിക്കുമ്പോൾ അതിലൂടെ ഉരുത്തിരിയുന്ന ദൈവിക ഉദ്ദേശം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നടപ്പ് നമ്മൾ ആരായണം, നമ്മൾ ശോധന ചെയ്യണം, നമ്മൾ യഹോവയിങ്കലേക്ക് തിരിയണം, കൈകളും ഹൃദയവും ഉയർത്തണം. ഇങ്ങനെയൊക്കെ ക്രമീകരിക്കുമ്പോൾ പുതിയ അനുഭവങ്ങളാണ് തൻ്റെ ഭക്തനെ കാത്തിരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ പ്രാണനെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം മുന്നോടിയാണ് താൻ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖം.
നമ്മുടെ കർത്താവ് നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും ശിക്ഷിക്കപ്പെട്ടും അടിക്കപ്പെട്ടും ദണ്ഡിക്കപ്പെട്ടും തകർക്കപ്പെട്ടുമിരുന്ന ഒരു ദുഃഖപുത്രനായിരുന്നു. യെശയ്യാവ് 53 അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളാണ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സിയോനിലെ ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കാനുള്ള ശുശ്രൂഷയുമായി ദൈവം തന്നെ അയച്ചത്. നമ്മുടെ ദുഃഖത്തിൻ്റെ വ്യാപ്തിയും സമ്മർദ്ദവും ഇതുപോലെ പൂർണ്ണമായി മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് സകല ദുഃഖങ്ങളും നമുക്ക് ഈ പ്രാണപ്രിയനെ ഏൽപ്പിക്കാം. സിയോനിലെ ദുഃഖിതന്മാർക്ക് ദുഃഖം ഒരവസാനമല്ല, അനർത്ഥവുമല്ല. അത് അവരെ അലങ്കരിക്കുകയും ആശ്വസിപ്പിക്കുകയും ഉറപ്പിക്കുകയും കൂടുതൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാനുള്ള ഒരു ദൈവിക പദ്ധതിയായി മാറ്റപ്പെടുന്ന അനുഭവമാണ്. ദുഃഖം അനുഭവിച്ച ധാരാളം ആളുകളെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ദുഃഖം എന്ന് തോന്നുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ നമ്മെ കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ജീവിതമൂശയിൽ ദൈവം തമ്പുരാൻ പരുവപ്പെടുത്തിയെടുക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒരു ദുഃഖത്തിൻ്റെ കാരണം നമ്മെ തകർത്തും തളർത്തും കളയാൻ ദൈവം അനുവദിക്കുന്നില്ല. നമ്മെ കൂടുതൽ രൂപപ്പെടുത്തി മൂർച്ചയുള്ളവരാക്കി മാറ്റുന്നു. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്കും നമ്മെ തന്നെ ശോധന ചെയ്യാം. ദുഃഖത്തിൻ്റെ ധാരാളം അനുഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പേറി വന്നിട്ടുണ്ടാവാം. എന്നാൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക മാത്രമാണ് കരണീയമായ കാര്യം. ചെറിയ ചെറിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ വരുമ്പോൾ തകർന്നു പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ തൻ്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്ന കർത്താവുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ ഉരുവിടുന്നത്, ഹൃദയം നുറുങ്ങിയവർക്കും മനസ്സ് തകർന്നവർക്കും സമീപസ്ഥനായും രക്ഷകനായും കർത്താവ് കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. ജീവിതത്തിൻ്റെ ദുഃഖാനുഭവങ്ങളിൽ, കഷ്ടതകളിൽ, യാതനകളിലൊക്കെ അവിടുന്ന് തൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കൂടുതൽ ഭംഗിയുള്ളവരാക്കി രൂപപ്പെടുത്തിയെടുക്കുന്ന ശില്പിയായി അവിടുന്ന് കൂടെയുണ്ടല്ലോ. തകർന്നു പോകുവാൻ അനുവദിക്കാതെ ഞങ്ങളെ കരുതുന്ന കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഉപയോഗപ്രദമായ നല്ല ആയുധങ്ങളായി ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഉപയോഗിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയുമെല്ലാം ദൈവഹിതത്തിന് യോജിച്ചവയായിരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിശേഷമായി പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനങ്ങൾ അവിടുന്ന് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.